സന്ധിയിൽ ഈ ശബ്ദസീമയിൽ അടുത്തും അകലെയും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പാണമുറ്റത്ത് ദേശ നിവാസികളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, സ്നേഹതീരം പ്രയർ ഫാമിലി കേരളത്തിൻ്റെ 14 ജില്ലകളിലൂടെ സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം നൽകിക്കൊണ്ട് ആരംഭിച്ച യാത്രയാണ് ഈ ഗ്രാമ അന്തരീക്ഷത്തിൽ എത്തിയിരിക്കുന്നത്. ഈ വാഹനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ വാഹനത്തിൻ്റെ സൈഡിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഫ്ലെക്സ് ബോർഡുണ്ട്. ആ ബോർഡിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന ഒരു ചോദ്യം ഇതാണ്: ജീവിതം അഭിനയമോ അനുഭവമോ? ഇന്ന് അഭിനയിച്ച് പണമുണ്ടാക്കാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന കലാകാരന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. ഒരിക്കൽ ചിരി കൊണ്ട് അനേകരെ, അഭിനയം കൊണ്ട് അനേകരെ സന്തോഷത്തിലേക്ക് നയിച്ച ഒരു കുടുംബത്തിൻ്റെ വേദന നമുക്ക് അറിയാം. മറ്റാരുമല്ല, ചാലക്കുടിക്കാരൻ കലാഭവൻ മണി. അദ്ദേഹത്തിൻ്റെ ചിരി കേട്ടാൽ, അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടാൽ, അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടാൽ സന്തോഷിക്കാത്ത ആരാ ഉള്ളേ? അങ്ങനെ അനേകരെ സന്തോഷത്തിലേക്ക് നയിച്ച ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഇന്ന് എന്തെന്നറിയാമോ? ആ ഭവനത്തിലെ കുഞ്ഞിനോട് ചോദിച്ചാൽ പറയും, എൻ്റെ പിതാവ് നഷ്ടപ്പെട്ട വേദന എനിക്കറിയാം. ആ ഭവനത്തിലെ ആ ഭാര്യയോട് ചോദിച്ചാൽ പറയും, ഭർത്താവ് നഷ്ടപ്പെട്ട വേദന എനിക്ക് അറിയാം. പിതാവില്ലാത്ത ഒരു കുഞ്ഞിൻ്റെ വേദന, ഭർത്താവില്ലാത്ത ഒരു ഭാര്യയുടെ വേദന, ആണ്ടിലാണ്ടിൽ അതവരെ ദുഃഖത്തിലേക്ക് നയിക്കുന്നത് പോലെ ഈ ദേശത്ത് എത്രയോ കുടുംബങ്ങളിലെ സ്വപ്നങ്ങളാണ് പൂവണിയാതെ കണ്ണുനീരും ദുഃഖവും നിരാശയും പേറി കഴിയുന്നത്. ഒരുപക്ഷെ ഭർത്താവുണ്ടായിരിക്കാം, ഭാര്യയുണ്ടായിരിക്കാം, മക്കളുണ്ടായിരിക്കാം, വീടുണ്ടായിരിക്കാം, വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം. ഇതിനൊന്നും വ്യക്തിപരമായ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ മറികടക്കുവാൻ കഴിയുന്നതല്ല എന്ന് കാലം നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാ. പലരും അഭിനയിക്കുകയാ. ഭാര്യ അഭിനയമാ, ഭർത്താവ് അഭിനയമാ, മക്കൾ അഭിനയമാ. അങ്ങനെ അഭിനയിച്ചവരുടെ എല്ലാം ജീവിതം നോക്കുമ്പോൾ അവരുടെ ഈ ലോക ജീവിതത്തിൽ പലരെയും അവർ ചിരിപ്പിച്ചു, പല ട്രോഫികളും അവർ വാങ്ങിക്കൂട്ടി. പക്ഷേ ജീവിത പരാജയപ്പെട്ടു. പ്രിയരെ, ജനനമെന്ന 3 അക്ഷരത്തിലൂടെ എല്ലാവരെയും കുടുകുടാ ചിരിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ മനുഷ്യനും മരണമെന്ന 3 അക്ഷരത്തിലൂടെ എല്ലാവരെയും കരയിപ്പിച്ചുകൊണ്ട് കടന്നു പോകേണ്ടതാണെന്നുള്ള യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാം. ജനനം ഉറപ്പാ. ഒരിക്കൽ ജനിച്ച മനുഷ്യൻ മരിക്കും. മരണം നിശ്ചയമാ. പക്ഷേ മരണം ഏത് സമയത്ത് വരുമെന്ന് ആർക്കും പ്രവചിക്കുവാൻ കഴിയത്തില്ല, ആർക്കും മുൻകൂട്ടി പറയുവാൻ പറ്റത്തില്ല. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം കത്തുന്നു, നടന്നു പോകുന്നവർ കുഴഞ്ഞു വീഴുന്നു. നാളെയുടെ സ്വപ്നങ്ങളായ തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട കൊലപാതകങ്ങൾ ചെയ്ത് അതേ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഇവിടെ ജീവിച്ചിരുന്ന പൂർവികന്മാർ ചോദിച്ചു. തമസോമ ജ്യോതിർഗമയ, ഇരുൾ വാഴുന്ന ലോകത്തിൽ സാക്ഷാൽ വെളിച്ചമായ ദൈവമേ അങ്ങ് എവിടെയാണ്? അസതോമ സത്കമയ, അസത്യം നിറഞ്ഞ ലോകത്തിൽ സാക്ഷാൽ സത്യവാനായ ദൈവമേ അങ്ങ് എവിടെയാ? മൃത്യോമ അമൃതംഗമയ, മരണം വാഴുന്ന ലോകത്തിൽ സാക്ഷാൽ ജീവനായ ദൈവമേ അങ്ങ് എവിടെയാ? അപ്പൊ പൂർവികരായിരുന്നവർക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു. പണം കൊണ്ടോ പ്രതാപം കൊണ്ടോ കഴിവുകൊണ്ടോ ഒന്നും പ്രശ്നങ്ങളെ മറികടക്കുവാൻ കഴിയത്തില്ല. ഈശ്വര അനുഗ്രഹമുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. ഇന്ന് നമുക്ക് വിദ്യാഭ്യാസമുള്ള തലമുറകളില്ലേ? സൗന്ദര്യമുള്ള മക്കളില്ലേ? ജോലിയില്ലേ? നമ്മുടെ ഗവൺമെന്റ് നമുക്ക് വീട് നൽകുന്നില്ലേ? നല്ല റോഡ് നൽകുന്നില്ലേ? നല്ല സാഹചര്യങ്ങളെല്ലാം നൽകുന്നില്ലേ? പക്ഷേ തലമുറ നശിച്ചുകൊണ്ടിരിക്കുന്നു, ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത കാലത്തുണ്ടായ ചില കാര്യങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്നതല്ലേ? ബർത്ത്ഡേ ദിവസം
ആഡംബര കാറ് വേണം. ആ പിതാവിന് ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുവാനേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. പോരാ, കാറ് വേണം. അങ്ങനെ പിതാവും മകനും വാക്ക് തർക്കമുണ്ടായി. ഒടുവിൽ ആ പിതാവ് ആ കൃത്യം ചെയ്യേണ്ടി വന്നു. നമ്മളൊക്കെ കേട്ടതല്ലേ, കണ്ടതല്ലേ, കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ചു കൊന്നത്. ആ ദുഃഖം മറികടക്കുന്നതിന് മുമ്പ് മറ്റൊരു ഭവനത്തിൽ ലാളിച്ചു വളർത്തി വലുതാക്കിയ മകൻ നിയമപാലകനായി, അഡ്വക്കറ്റായി, അനേകരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ യോഗ്യരായി വളരുന്നത് കണ്ട് മാതാപിതാക്കൾ കുടുംബത്തിനകത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ വാക്കുതർക്കമുണ്ടായി. അതേ, നൊന്ത് പ്രസവിച്ച മാതാവിനെയും ലാളിച്ചു വളർത്തിയ പിതാവിനെയും അറവശാലയിൽ മൃഗത്തെ അറക്കുന്നത് പോലെ കത്തിമുനയിൽ കുത്തി വീഴ്ത്തിയ ആ വേദന തീരുന്നതിന് മുമ്പ് ഭാര്യയും മകളും വീട്ടിലില്ലാത്ത സമയത്ത് തൻ്റെ ശരീരത്തിന്റെ ഇഷ്ടാനിഷ്ടത്തിനു വേണ്ടി ലൈംഗിക തൊഴിലാളിയായ ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്ന് ഇരുളിന്റെ മറവിൽ ചോദിച്ച കാശ് കൊടുക്കുവാൻ കഴിയാതെ വന്നപ്പോൾ കൊന്നു തള്ളിയ ചരിത്രം. പാലക്കാടിന്റെ മണ്ണിൽ ഒരു യുവാവിനെ ഏതാനും ചില ചെറുപ്പക്കാർ കൂടി തല്ലിക്കൊന്ന വാർത്ത നമ്മൾ കേട്ടില്ലേ? ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുറ്റകൃത്യങ്ങളുടെ പിന്നിൽ ആ നിലയിലേക്ക് അവരെ നയിക്കുന്നത് ആരാ? ഇരുളിന്റെ മറവിൽ വ്യാപരിക്കുന്ന തിന്മയുടെ ആത്മാവല്ലേ? ഇന്ന് തലമുറയുടെ ദുഷിച്ച ജീവിതം മൂലം ഭാരപ്പെടുന്ന ആരെങ്കിലും, ഭർത്താവിന്റെയോ ഭാര്യയുടെയോ ക്രമം കെട്ട ജീവിതം മൂലം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയരെ, ആത്മഹത്യ പരിഹാരമല്ല. സ്കൂളിലെ അധ്യാപകർക്ക് ഇന്നത്തെ തലമുറയെ ഉപദേശിക്കാൻ പറ്റില്ല. വീട്ടിലെ ലാളിച്ചു വളർത്തുന്ന മാതാപിതാക്കൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ തലമുറ ആത്മഹത്യ ചെയ്ത് ഒതുങ്ങുകയല്ലേ? ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ടേ? ചിലർ ചിന്തിക്കുന്നു മാതാപിതാക്കളെ അല്ലെങ്കിൽ എതിര് നിൽക്കുന്നവരെ കൊല ചെയ്താൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന്. ചിലർ ചിന്തിക്കുന്നത് മദ്യപിച്ച് മദ്യലഹരിയിൽ സമയം പോക്കിയാൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന്. ഒരിക്കലും പരിഹരിക്കപ്പെടുന്നില്ല. ആ മകൻ ചിന്തിച്ചു, അപ്പനും അമ്മയും തീർന്നാൽ എനിക്ക് സുഖമായി ജീവിക്കാമെന്ന്. പക്ഷേ നിയമം അനുവദിക്കുന്നില്ല. നിയമപാലകർ ആ മാതാവിനോട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? മകനെ ശിക്ഷിക്കാതിരിക്കാൻ ആ മാതാവ് മകനെ ചേർത്ത് പിടിച്ചു. ഇതാ മാതൃസ്നേഹം. എന്നെ കേൾക്കുന്ന തലമുറകളെ, നിനക്ക് നന്മയുണ്ടാകാൻ, നിനക്ക് ദീർഘായുസ്സോടെ ഇരിക്കുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. എന്നാൽ ഇന്നത്തെ തലമുറ അമ്മയോളം അപ്പനോളം വളർന്നു കഴിഞ്ഞാൽ അപ്പനെ അമ്മയും അംഗീകരിക്കുവാനോ അനുസരിക്കുവാനോ കഴിയാത്ത തലമുറ. നമ്മുടെ തലമുറയുടെ പോക്ക് എങ്ങോട്ടാ? പ്രിയരെ, ഈ സന്ദേശം പാട്ടിലൂടെ നിങ്ങളോട് അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കേൾക്കുന്ന പാട്ട്, നിങ്ങൾ കേൾക്കുന്ന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമായ സമാധാനവും നിത്യമായ സന്തോഷവും നൽകുന്നതാ. 6 അടി മണ്ണുകൊണ്ട് ജീവിതം അവസാനിക്കുന്നതല്ല, അതിനപ്പുറത്തേക്ക് ജീവിതമുണ്ട്. അവിടേക്ക് പോകുവാനുള്ള ഒരു വഴിയും നിങ്ങളോട് അതേ നിർദ്ദേശിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ഒരിക്കൽ നിങ്ങളിൽ ഒരുവരെ പോലെ കഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഉള്ളവരായിരുന്നു ഞങ്ങൾ. ആത്മഹത്യക്ക് ശ്രമിച്ചവരാ. രോഗം വന്നപ്പോൾ വൈദ്യന്മാരെ കണ്ട് രോഗം ഭേദമാകുവാൻ വേണ്ടി ശ്രമിച്ചവരാ. എന്നാൽ ശാശ്വതമായ പരിഹാരം അതിലൂടെ ലഭിക്കാതെ വന്നപ്പോൾ ഇതുപോലെ തെരുവിൽ കേട്ട സന്ദേശമാണ് ഞങ്ങളെ ഇന്ന് നല്ല സമാധാനവും സന്തോഷവുമുള്ള വ്യക്തികളാക്കി മാറ്റിയത്. വിദ്യാഭ്യാസവും ജോലിയും കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ള ഞങ്ങൾക്ക് മറ്റേതിനേക്കാൾ അധികം ഈ സന്ദേശം തെരുവിൽ നിന്ന് പറയുവാൻ ഞങ്ങൾക്ക് ഉത്തേജനം എന്തെന്നറിയാമോ? ഞങ്ങളെപ്പോലെ ജീവിക്കേണ്ട അനേകര് ഇന്ന് ഈ ലോകത്തിൽ വിവിധ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാ. അങ്ങനെ ഈ ഭൂമിയിൽ ഒതുങ്ങി കഴിയേണ്ടവരല്ല ഞാനും നിങ്ങളും. സ്വാതന്ത്ര്യം അനുഭവിച്ച് ദൈവം നമുക്ക് നൽകുന്ന ശിഷ്ടായുസ് സമാധാനത്തോടെ ജീവിച്ച് 6 അടി മണ്ണ് കൊണ്ട് ഒതുങ്ങാതെ അതിനപ്പുറത്ത് നിത്യമായ ഒരു ജീവിതം സമാധാനത്തോടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനെയും അതിലേക്ക് നയിക്കുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും മടങ്ങി വരും.
ആ മടങ്ങി വരുന്നതിന് മുന്നോടിയായി നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് തന്നെ അനുഗമിച്ച ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കാലത്ത് കാണുന്ന കേൾക്കുന്ന സംഭവങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ കാണുമ്പോൾ ഇതാ ഞാൻ മടങ്ങി വരുവാൻ പോകുന്നു, ലോകത്തിന്റെ അവസാനം വന്നിരിക്കുന്നു, യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ അടിക്കടി വർദ്ധിച്ചു കൊണ്ടിരിക്കും. പ്രിയരെ, മനുഷ്യർ സ്വസ്നേഹികളും വമ്പു പറയുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരൊക്കെ ആയി മാറുമ്പോൾ ഇതാ യേശു മടങ്ങി വരുവാൻ പോകുകയാണ്. തുടർന്ന് മനോഹരമായ ഗാനം ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന പ്രിയ സഹോദരിമാർ പാടും. നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ സാദരമായി ക്ഷണിക്കും. എല്ലാരും പോകണം, എല്ലാരും പോകണം,
പ്രിയരെ, ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് പാണമുറ്റം എന്ന ഗ്രാമത്തിലാണല്ലോ. ഈ പേര് നമുക്ക് നൽകി തരുന്ന ചില സത്യമായ ചില ചരിത്ര സംഭവങ്ങളുണ്ട്. പാണം എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇടപാട് അല്ലെങ്കിൽ വിനിമയം, ഇതാണ് ഈ പാണം എന്ന വാക്കിന്റെ അർത്ഥം. അതുപോലെ മുറ്റം, ഒരു ചേച്ചി അവിടെ മുറ്റം അടിക്കുന്നുണ്ടല്ലേ. മുറ്റം എന്തിനാ? വീട്ടിലുള്ളവർക്കെല്ലാം ഒത്തുകൂടാനാ മുറ്റം അല്ലേ? നമ്മുടെ വീടിനൊക്കെ മുറ്റമുണ്ട്. ചുമ്മാ ഇരുന്നോട്ടെ എന്ന് ഓർത്ത് മുറ്റം ഉണ്ടാക്കിയതാണോ? അല്ലല്ലോ. അപ്പോ ഇടപാടിന് വേണ്ടി അല്ലെ, നമ്മുടെ വീടിന്റെ മുറ്റത്ത് പല ഇടപാടുകൾ നടത്താൻ വേണ്ടി പലരും വരുമല്ലേ. അപ്പൊ കാലങ്ങളായി ഇവിടെ മനുഷ്യർ കൂടിക്കാഴ്ച നടത്തി അല്ലെ. നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ എത്രയോ ആൾക്കാർ വന്ന് കൂടിക്കാഴ്ച നടത്തിയ മുറ്റമാ. പക്ഷെ നമ്മുടെ മുറ്റത്തേക്ക് നോക്കുമ്പം പലരുടെയും കണ്ണ് ഈറനണിയും. ഓടിക്കളിച്ച ചില കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ നിന്ന് എന്നേക്കുമായി വേർപെട്ടുപോയി. ആ ഓടിക്കളിച്ച കുഞ്ഞുങ്ങളുടെ ഓർമ്മ ഇന്ന് അനേകരെ ദുഃഖത്തിലും ദുരിതത്തിലും കണ്ണുനീരിലും നിരാശയിലും മനോഹരമായ വീടിനകത്ത് ഒതുക്കിയിരുത്തിയിരിക്കുകയല്ലേ. നമ്മുടെ മുറ്റം അടിച്ചു വാരിയ നമ്മുടെ ചേച്ചി, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ, അല്ലെങ്കിൽ നമ്മുടെ അമ്മ ഈ ലോകം വിട്ടുപോയി. അപ്പോ അത് നോക്കുന്ന ഭർത്താവിന് ദുഃഖമല്ലേ? രാവിലെ ജോലിക്ക് പോയ ഭർത്താവ് ആ മുറ്റത്ത് നിന്ന് ടാറ്റ കാട്ടി ചിരിച്ചുപോയി. ആ ആക്സിഡന്റിൽപ്പെട്ട് എന്നേക്കുമായി ഭർത്താവ് നഷ്ടപ്പെട്ടു. ആ ഭാര്യ ആ വീടിനകത്ത്, ആ ബെഡ്റൂമിനകത്ത് കണ്ണുനീരോടായിരിക്കല്ലേ. ഒരുപാട് ഇടപാടുകൾ നടത്തിയ നമ്മുടെ മുറ്റം. ഈ പാണമുറ്റത്ത് ആയിരിക്കുന്ന എന്നെ ശ്രദ്ധിക്കുന്ന ദേശനിവാസികളെ, ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ ഇന്ന് ഒരു ചോദ്യം, നമ്മുടെ മുറ്റത്ത് പല കൈമാറ്റങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. വെള്ളം ചോദിച്ചു വന്നവർക്ക് വെള്ളം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു നേരത്തെ ആഹാരം ചോദിച്ച് ഭിക്ഷക്കാർ വന്നപ്പോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുറ്റത്തിന് നമ്മോട് പറയാൻ ഒത്തിരി ചരിത്രങ്ങളുണ്ട് ഇല്ലേ. മനോഹരമായ ഒരു ക്ലബ്ബ് നിങ്ങളുടെ നാട്ടിലുണ്ട്. ആ ക്ലബില് അംഗങ്ങളായിരിക്കുന്ന നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാവരും കൂടെ കൂടി ഒരുപാട് കലാപരിപാടികളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നടത്താറുണ്ട്. അപ്പൊ ആ ക്ലബ്ബ് നമുക്ക് ഒത്തിരി നല്ല ഓർമ്മകൾ എന്ത് ചെയ്യുന്നു അല്ലേ. അതുപോലെ ചില ക്ലബിന്റെ മുമ്പിൽ മദ്യപിച്ച് മദ്യലഹരിയില് അല്ലെ നാടിനും വീടിനും നാട്ടാർക്കും ഒക്കെ ഉറക്കം കെടുത്തുന്ന അനുഭവങ്ങളും ഉണ്ടാകാറുണ്ട്. എന്തിന്, നമ്മുടെ വീട്ടിലും സന്ധ്യയാവുമ്പോ മൂക്കുമുട്ടെ കുടിച്ച് വന്ന് കൂത്താടുന്ന ഭർത്താക്കന്മാരും. ഒരു കാലത്ത് ഭർത്താക്കന്മാരായിരുന്നു, ഇന്ന് ഭാര്യമാരും തുടങ്ങിയെന്ന്. അപ്പൊ നമ്മുടെ മുറ്റത്തിന് നമ്മോട് ഒത്തിരി കാര്യങ്ങള് എന്ത് ചെയ്യാനുണ്ട്, പറയാനുണ്ട്. നമ്മൾ എന്താണ് കൈമാറിയിരിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ മുറ്റത്ത് വെച്ച് എന്താ കൈമാറിയത്? നല്ല തലമുറയായി നമ്മുടെ തലമുറയെ വാർത്തെടുക്കുവാൻ കഴിയുന്ന എന്തെങ്കിലും നമ്മുടെ മുറ്റത്ത് നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്ന ആർക്കെങ്കിലും കൈമാറുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ക്ലബിന്റെ മുറ്റത്ത് വരുന്നവർക്ക് നാളെയുടെ ഭാവിക്ക് വേണ്ടി കൈമാറാൻ നമുക്ക് എന്താണ് സാധിച്ചിട്ടുള്ളത്? നമ്മൾ പണം കൊടുത്തിട്ടുണ്ടല്ലേ, നല്ല കലാകാരന്മാരെ അല്ലെ ക്ലബ്ബ് കണ്ടെത്തി നല്ല ട്രോഫികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ടല്ലേ. ട്രോഫികൾക്കോ പണത്തിനോ അല്ലെങ്കിൽ ആഹാര പദാർത്ഥങ്ങൾക്കോ
വസ്തുവകകൾക്കോ നല്ല നാളെയുടെ തലമുറയെ വാർത്തെടുക്കുവാൻ കഴിയുമോ? പണം മാത്രമോ, അല്ലെങ്കിൽ മൂല്യങ്ങളോ, വിശ്വാസമോ, സ്നേഹമോ? നിങ്ങൾ എന്താണ് നിങ്ങളുടെ മുറ്റത്ത് കൈമാറിയിട്ടുള്ളത്? നിങ്ങളുടെ നാട്ടിൽ നല്ല ഒരു വ്യക്തി പ്രഭയായി ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് കൊടുക്കുവാൻ, കൈമാറുവാൻ എന്താണ് സാധിച്ചിട്ടുള്ളത്? നമ്മുടെ പൂർവികർ അരച്ചാൻ വയറ് നിറയ്ക്കുവാൻ വേണ്ടി മാത്രമായിരുന്നില്ല അധ്വാനിച്ചത്. അവർക്കുണ്ടായ 8, 10, 12 മക്കൾക്ക് വീതിച്ചു കൊടുക്കുവാനുള്ള സ്വത്തുക്കൾക്ക് വേണ്ടി അവരെന്ത് ചെയ്തു? കഷ്ടപ്പെട്ടു. പക്ഷേ ഇന്നത്തെ തലമുറ അത് ദുർവിനിയോഗം ചെയ്യുകയാ. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കളെ വെട്ടിമുറിച്ച് അരച്ചാൻ വയറ് നിറച്ച് വാക്കി കൊണ്ട് മദ്യപിച്ച് മദ്യലഹരിയിൽ അടുത്തതും വിറ്റ് എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. പ്രിയരെ, ഇത് കണ്ടും കേട്ടും വളരുന്ന നമ്മുടെ തലമുറയുടെ അവസാനം എന്താ? ഇന്ന് നമ്മൾ കാണുന്നില്ലേ? ബർത്ത്ഡേക്ക് ഒരു കാറ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വാക്കുതർക്കമുണ്ടായി. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ നമ്മുടെ മുറ്റം എന്തിനെല്ലാം സാക്ഷ്യം വഹിക്കുന്നു? ഈ തെരുവിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ഒരു സദ്വർത്തമാനം പങ്കുവെക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇതാ സർവ്വജനത്തിന് വലിയ സന്തോഷമുണ്ടാക്കുന്ന സുവിശേഷം. ഇതാണ് ഈ പാണമുറ്റത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഗുഡ് ന്യൂസ്, സന്തോഷ വാർത്ത. പ്രിയരെ, ഇന്ന് കാലം മാറി. പണം കൂടുന്നു, പണം വർദ്ധിക്കുന്നു, പക്ഷേ സമാധാനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അറിവ് വർദ്ധിക്കുന്നു, പക്ഷെ വിവേകം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബന്ധങ്ങൾ ഓൺലൈൻ വഴിയായി അല്ലേ? അതുകൊണ്ട് ഹൃദയങ്ങളെല്ലാം ഒറ്റപ്പെട്ടു. യുവാക്കൾ തിരക്കിലാണ്, പക്ഷേ ജീവിതത്തിൽ ലക്ഷ്യമില്ലാതായിക്കൊണ്ടിരിക്കുന്നു. കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു, പക്ഷേ സംസാരമില്ല. മുമ്പൊക്കെ കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു. ഇന്ന് കൂടെ ഇരിക്കുമ്പോൾ ഇമ്പമില്ലാത്തത് കൊണ്ട് അകന്ന് ജീവിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗമായ ഓരോ ഭവനങ്ങളും കൂടുമ്പോൾ നരകമായി കൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് ചില ഭർത്താക്കന്മാര് വീട്ടിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നില്ല. ചില ഭാര്യമാര് ഭർത്താക്കന്മാര് വരുമ്പോ ഉണർന്നിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താ? ആരോടും പറയുവാൻ കഴിയാത്ത വേദന കടിച്ചമർത്തി 4 ഭിത്തിക്കകത്ത് തേങ്ങിക്കരയുകയാ. വളരെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. സ്വപ്നങ്ങൾ പൂവണിയാതെ വരുമ്പോ എന്തിനിങ്ങനെ ജീവിക്കുന്നുവെന്ന് ചിന്തിച്ച് സ്വയം ജീവിതം അവസാനിപ്പിക്കുവാൻ തയ്യാറാകുന്നു. പ്രിയരെ, ഇന്ന് പാണമുറ്റം വളരെ തിരക്കേറിയ ഓട്ടത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം പരസ്പരം കാണുവാനോ സംസാരിക്കുവാനോ ബന്ധങ്ങൾ പുതുക്കുവാനോ ഒന്നും കഴിയാതെ ബന്ധങ്ങളെല്ലാം ബന്ധനങ്ങളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. മനുഷ്യഹൃദയം ശൂന്യമായി കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സമകാലിക യാഥാർത്ഥ്യം ഇതൊക്കെയല്ലേ? എന്നാൽ ഇങ്ങനെയുള്ള ഈ കാലഘട്ടങ്ങളിൽ ഈ സന്ദേശത്തിന്റെ പ്രസക്തി എന്തെന്ന് ചോദിക്കുന്ന ചിലരൊക്കെ ഉണ്ടാകും. ഈ മാസത്തിന്റെ ഒടുവിലത്തെ ദിനങ്ങളിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തിന്റെ ഒടുവിലെ ദിവസങ്ങളിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാസത്തിന്റെ ഒടുവിൽ നാം ആയിരിക്കുമ്പോൾ ലോകം മുഴുവനും ഒരു പുതിയ വർഷത്തെ നേരിടുവാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ചില വീടിന്റെ അങ്കണത്തിൽ മുറ്റത്ത് അതേ പുൽക്കൂടുകൾ ഒരുക്കുന്ന തിരക്കിലായിരുന്നു. ആ പുൽക്കൂടിന്റെ സമീപത്തായിട്ട് സ്റ്റാറുകൾ തൂക്കുന്ന തിരക്കിലായിരുന്നു. എന്താ സ്റ്റാറുകൾ വാങ്ങിക്കൊണ്ട് തൂക്കുവാൻ കാരണം? എന്താ വീടുകളിൽ മുറ്റത്ത് പുൽക്കൂടുകൾ ഉണ്ടാക്കുവാൻ കാരണം? ഈ നക്ഷത്രത്തിന്റെ പുറകിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന വിദ്വാൻമാരെന്ന് അറിയപ്പെടുന്ന വ്യക്തികൾക്ക് പ്രത്യക്ഷമായ ഒരു നക്ഷത്രം, ആ നക്ഷത്രം അവർ ഫോളോ ചെയ്തു, അവർ അനുഗമിച്ചു. ആ നക്ഷത്രം ചെന്ന് നിന്നെടുത്ത് അവർ കാണുകയാണ്
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ഒരു സന്തോഷ വാർത്ത. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അവൻ നമ്മുടെ പാപങ്ങളിൽ നിന്നും നമ്മെ രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. ജനിക്കുന്നതിന് മുമ്പ് എങ്ങനെ ജനിക്കണമെന്നും എന്ത് പേരിടണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും ഈ ജീവിതത്തിന്റെ അവസാനം എങ്ങനെയായിരിക്കുമെന്നും ഒക്കെ എഴുതി വെച്ചതുപോലെ ഈ ഭൂമിയിൽ ജനിച്ച ഏക വ്യക്തിപ്രഭയാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ജനിച്ചത് എവിടെയാണ്? രാജമാളികയിലല്ല, സമ്പന്നന്മാരുടെ വീടുകളിലല്ല. ഇതുപോലെ ഒരു റോഡോരത്ത് യേശുവിനെ ജനിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ജനിച്ച യേശുവിനെ കിടത്തുവാൻ ഒരു പശുവിന്റെ തൊഴുത്തിൽ, ആ പുല്ലിട്ട് കൊടുക്കുന്ന ആ സ്ഥലത്ത് കിടത്തുവാനിടയായി. അങ്ങനെയാണ് പിന്നീട് ഈ പുൽക്കൂട്ടിലാണ് യേശു ജനിച്ചതെന്ന് ചിന്തിച്ച് പുൽക്കൂടൊക്കെ വന്നത്. പ്രിയരെ, എന്തിനാണ് യേശു ഇങ്ങനെ വഴിയോരത്ത് ജനിക്കുവാനിടയായത്? വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതിരുന്നത് കൊണ്ട് യേശു വഴിയിൽ ജനിച്ചു. നമ്മള് ഇതൊക്കെ കൗതുകത്തോടെ കേൾക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഇന്ന് അല്ലെ, ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിൽ വണ്ടിയിൽ എന്ത് ചെയ്തു? ഡെലിവറി നടന്നു എന്ന് നമ്മൾ കാണും അല്ലെ. ഇതുപോലെ യേശു ആ വഴിയോരത്ത്, വഴിയമ്പലത്തിൽ സ്ഥലമില്ലാഞ്ഞിരുന്നത് കൊണ്ട് ജനിക്കുവാനിടയായി. ദൈവം മനുഷ്യനോടുള്ള ഇടപാട് നടത്തുവാനായിട്ട് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാൻ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഈ ഭൂമിയിൽ അതേ ജനിച്ചവനാണ് കർത്താവായി യേശു ക്രിസ്തു. പണം കൊണ്ട് വാങ്ങുവാൻ കഴിയാത്ത സ്നേഹവും രക്ഷയും നൽകുവാനാണ് യേശു ഈ ഭൂമിയിൽ ജനിക്കുവാൻ ഇടയായി തീർന്നത്. വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം സ്വർഗത്തിൽ നിന്ന് ഒരു സന്ദേശം മാത്രം അയച്ചില്ല, അവൻ ഈ ഭൂമിയിലേക്ക്, നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു നമ്മോടൊപ്പം വസിക്കുവാൻ. അതേ പാണമുറ്റം പോലുള്ള ജീവിതത്തിന്റെ നടുവിലേക്കാണ് ദൈവം വന്നത്. ഇതാണ് ക്രിസ്മസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആണ്ടിലാണ്ടില് ആഘോഷം കൊണ്ട് പര്യവസാനിപ്പിക്കുന്ന ഒരു കാര്യമല്ല യേശുവിന്റെ ജനനത്തിലൂടെ സംഭവിച്ചത്. ഒരിക്കൽ ജനിച്ച യേശു എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ചു? നമുക്കറിയാം, ഗാന്ധിജി ഈ ഭൂമിയിൽ ജനിച്ചത് കൊണ്ട് എന്താണ് നമുക്ക് ലഭിച്ചത്? അടിമത്തത്തിൽ കിടന്ന ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യയായി മാറുവാൻ ഗാന്ധിജി തന്റെ ജീവിതം അതിനുവേണ്ടി എന്ത് ചെയ്തു? മാറ്റിവെച്ചു. ആ നല്ല മനുഷ്യനെ സ്വാഭാവിക മരണം മൂലമല്ല ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. ആ നല്ല മനുഷ്യനെ ഈ ലോകത്തിലുള്ള ഒരു കൂട്ടം ആളുകള് തോക്കുപയോഗിച്ച് കൊന്നുകളഞ്ഞു അല്ലേ? അങ്ങനെ നാടിനു വേണ്ടി, നാടിന്റെ പുരോഗമനത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ എക്കാലത്തും കൊന്നുകളയുന്ന ലോകത്താ ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അങ്ങനെ ഈ ഭൂമിയിലായിരുന്ന യേശു ഭൂമിയിൽ കഷ്ടവും ബുദ്ധിമുട്ടും പ്രയാസവും ദുരിതവും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് ആശ്വാസമായി മാറി. അങ്ങനെ 33.5 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചു. ഒടുവിൽ റോമൻ പടയാളികളാൽ യേശുവിനെ പിടിച്ച് അവർ ക്രൂശിൽ തറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി. തിരുവെഴുത്ത് പറഞ്ഞു, മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവനെ പിന്തിരിപ്പിച്ച് നിത്യമായ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് മനുഷ്യനെ തിരിക്കുവാൻ, മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. അങ്ങനെ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് കൊണ്ട് ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യന് ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം ക്രമീകരണങ്ങൾ ചെയ്തു. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ചോദിക്കാം, ചിന്തിക്കാം, യേശു ജനിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് എന്താ നേട്ടം? യേശു മരിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് എന്താ നേട്ടം?
യേശു ജനിച്ചത് ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനയിലാണ്. എന്താ പാലസ്തീനയിൽ ജനിക്കുവാൻ കാരണം? മുഴുവൻ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി, അടിമത്തത്തിൽ കിടക്കുന്ന മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുവാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. കെട്ടപ്പെട്ട് കിടക്കുന്ന വ്യക്തികളെ കെട്ടഴിച്ചു വിടുവാൻ എന്ന് വെച്ചാൽ അടിമത്തത്തിൽ കഴിയേണ്ടവരല്ല ഞാനും നിങ്ങളും, സ്വാതന്ത്ര്യം അനുഭവിച്ച് കഴിയേണ്ടവരാ. സ്വാതന്ത്ര്യ ഇന്ത്യയിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നതെങ്കിലും ഇന്നും സ്വാതന്ത്ര്യമില്ലാത്തവരല്ലേ പ്രിയരെ? യേശു ജനിച്ചത് സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ, വിയർപ്പും കണ്ണുനീരും അറിയുന്ന ദൈവമാണെന്ന് കാണിക്കാൻ, വഴിയരികിലെ മനുഷ്യനോട് അതേ സംസാരിക്കുവാൻ, അവനെ സ്നേഹിക്കുവാൻ, അവനെ ചേർത്ത് പിടിക്കുവാൻ. അങ്ങനെ തൊഴുത്തിൽ കിടന്ന യേശു തൻ്റെ മാതാപിതാക്കളോട് കൂടെ 30 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചു. 30 വയസ്സിന് ശേഷം തന്നെ ഈ ലോകത്തിലേക്ക് അയച്ച പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ 33.5 വയസ്സായപ്പോൾ ക്രൂശിൽ യേശു യാഗമായി മനുഷ്യന്റെ പാപം പരിഹരിക്കാൻ, കുറ്റബോധം വഹിക്കുന്ന മനുഷ്യനെ മോചിപ്പിക്കുവാൻ, തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ തൊഴുത്തിൽ ജനിച്ച യേശു ക്രൂശിൽ യാഗമാകുവാൻ തക്കവണ്ണം ഇടയായി. പ്രിയരെ, അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം കുറ്റമേറ്റു എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയരെ, ഇന്നത്തെ ലോകത്തിന്റെ യഥാർത്ഥ പ്രശ്നം പണമല്ല, രാഷ്ട്രീയമല്ല, സാങ്കേതിക വിദ്യയല്ല, പിന്നെന്താണ്? പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തിയതാണ്. അതിന് ദൈവം നൽകിയ പ്രതിവിധി അല്ലെങ്കിൽ ദൈവം നൽകിയ ഉത്തരമാണ് ക്രൂശ്. ആ ക്രൂശിലൂടെയാണ് മാനവകുലത്തെ അവരുടെ പാപത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതി. ആ ക്രൂശിൽ മരിച്ച യേശുവിനെ ഈ ലോകത്തിൽ അതേ എല്ലാവരെയും അടക്കം ചെയ്യുന്നത് പോലെ ഒരു കല്ലറയ്ക്കകത്ത് കൊണ്ടുപോയി അടക്കം ചെയ്തു. എന്നാൽ യേശു ജനിക്കുന്നതിന് മുന്നമേ എഴുതി വെച്ചിരുന്നു, കല്ലറയ്ക്ക് യേശുവിനെ അതേ ഒതുക്കുവാൻ കഴിയത്തില്ല. മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് 3-ാം നാൾ യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് എഴുതിയ തിരുവെഴുത്ത് പോലെ യേശു ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഇടയായി. അതേ ക്രൂശിൽ യേശുവിന്റെ ജീവിതം അവസാനിച്ചില്ല. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവനെ അടക്കം ചെയ്ത കല്ലറ ആരും തുറക്കരുത്, യേശു ഇനി പുറത്തു വരരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ അതേ കല്ലറയുടെ മുമ്പിൽ വലിയൊരു കല്ലുരുട്ടി വെച്ചു. അതേ 2 പടയാളികളെ നിർത്തി, പോരാഞ്ഞിട്ട് റോമൻ ഇമ്പീരിയൽ മുദ്രയും കുത്തി. എന്തിനാ ഇതൊക്കെ ചെയ്തത്? യേശു സാധാരണ ഒരു മനുഷ്യനല്ല. യേശു ഈ ലോകത്തിൽ ഇനി ഉയർത്തെഴുന്നേൽക്കരുത്. അവൻ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് അവനെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന വചനം പോലെ അവൻ പുറത്തു വരരുത്. ആ സദുദ്ദേശത്തോടെ ക്രമീകരണങ്ങൾ ചെയ്തുവെങ്കിലും അതേ യേശു ആ കല്ലറയ്ക്കകത്ത് നിന്ന് പുറത്തേക്ക് വന്നു. അങ്ങനെ യേശുവിനെ അനുഗമിച്ചു ചെന്ന സഹോദരിമാരോട് അതേ ദൈവത്തിന്റെ ദൂതന്മാർ പറഞ്ഞു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർപ്പ് എന്ന് പറയുന്നത് പരാജയം, അവസാനമല്ല, തകർച്ച, അന്ത്യമല്ല. അതേ പ്രിയരെ, മാറ്റം സാധ്യമാണ്. പണമുറ്റത്തില് ഒരു വീടും ഒരു മനുഷ്യരും ഒരു കുടുംബവും നഷ്ടപ്പെട്ട് കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആരും കണ്ണുനീരും ദുഃഖവും നിരാശയും പേറി ജീവിതം നരകതുല്യമായി ജീവിക്കുന്നത് കാണുവാൻ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ആഗ്രഹിക്കുന്നില്ല. സമാധാനമുള്ള, സന്തോഷമുള്ള കുടുംബങ്ങളായി, കൂടുമ്പോൾ ഇമ്പമുള്ള സ്വർഗതുല്യമായ കുടുംബങ്ങളായി കാണുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നാളിതുവരെ നിങ്ങൾ ശ്രമിച്ച ശ്രമങ്ങൾക്കോ, നിങ്ങൾ സഞ്ചരിച്ച ആ വഴിയിലൂടെയോ, നിങ്ങൾ ചെയ്ത പ്രവർത്തികളിലൂടെയോ, നിങ്ങൾ നാളിതുവരെ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾക്ക് മറികടക്കുവാനോ അതിന് പരിഹാരം കാണുവാനോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതാ ശാശ്വതമായ പരിഹാരം. ഒരുപക്ഷെ താങ്കൾ മദ്യപാനി ആയിരുന്നില്ല, മദ്യപാനം അതേ തുടങ്ങുവാൻ ആഗ്രഹിച്ചതല്ല, പക്ഷേ ആ വേർപാട്,
ഭാര്യയുടെ വേർപാട്, മക്കളുടെ വേർപാട്, അല്ല കുടുംബത്തിലെ തകർച്ച, അതായിരിക്കാം നിന്നെ മദ്യപാനത്തിലേക്ക് നയിച്ചത്, ഒരുപക്ഷെ കൂട്ടുകെട്ടിലേക്ക് നയിച്ചത്, ഒരുപക്ഷെ കൊലപാതകത്തിലേക്ക് നയിച്ചത്, ഒരുപക്ഷെ ആത്മഹത്യയുടെ ചിന്തയിലേക്ക് നയിച്ചത്, ഒരുപക്ഷെ നാട് വിട്ടുപോകാൻ നിന്നെ പ്രേരിപ്പിച്ചത്. ഇതൊന്നും നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല. പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നീ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നത്തിനകത്ത് നിന്നും അതേ രക്ഷ പ്രാപിക്കുവാൻ ഇടയാകും. ഈ ഉച്ചഭാഷിണിയിലൂടെ ഇത്ര ആവേശത്തോടെ ഇത് വിളിച്ചു പറയുവാൻ കാരണം എന്തെന്നറിയാമോ? ഒരു കാലത്ത് നിങ്ങളിൽ ഒരുവനായി ഈ കേരളത്തിന്റെ മണിയിൽ കലാപഭൂമി എന്നറിയപ്പെടുന്ന കണ്ണൂരിന്റെ വിരുമാർവിൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. എൻ്റെ മാതാപിതാക്കൾക്ക് മൂത്ത മകനായി വളർന്ന ഞാന് പഠന സമയത്ത് ഒരു രോഗിയായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതേ, ഡോക്ടർമാർ പറഞ്ഞു ഒരു ഓപ്പറേഷന് വിധേയനാകണമെന്ന്. മാതാപിതാക്കളുടെ പണം പോരാഞ്ഞിട്ട് ഞാൻ പഠിച്ച സ്കൂളില് അസംബ്ലിയില് അതേ മൗനപ്രാർത്ഥന നടത്തി, അതേ ഒരു പണപ്പിരിവ് നടത്തി. അങ്ങനെ നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും അധ്യാപകരുടെയൊക്കെ പണം ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുത്തു. ഓപ്പറേഷൻ കഴിഞ്ഞു, അനസ്തേഷ്യ നൽകി. അതേ ഓപ്പറേഷൻ കഴിഞ്ഞ് എനിക്ക് ബോധം തെളിയാതെ വന്നപ്പോൾ എൻ്റെ മാതാപിതാക്കളോട് അതേ ഡോക്ടർ പറഞ്ഞു, സമയം കഴിഞ്ഞു, ഉണരുന്നില്ല, ഇനി ഉണർത്തുവാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനെ കഴിയത്തുള്ളൂ. എൻ്റെ മാതാപിതാക്കൾ ഈശ്വര വിശ്വാസമുള്ളവരായിരുന്നത് കൊണ്ട് അവർ കരയുവാൻ തുടങ്ങി, അവർ നിലവിളിക്കുവാൻ തുടങ്ങി. അതേ ഡോക്ടർ പഠിച്ചത് ശ്രമിച്ചു നോക്കിയിട്ട് നടക്കാതെ വന്നപ്പോൾ കണ്ണുനീർ കണ്ട് മനസ്സലിഞ്ഞ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ വന്ന യേശുവിനെ കുറിച്ചുള്ള സന്ദേശം അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. അവർ വിശ്വസിച്ചു, യേശുവേ, എൻ്റെ മകൻ ജീവനോടെ എനിക്ക് വേണം. അങ്ങനെ അവരുടെ കണ്ണുനീരിനെ മാനിച്ച് എനിക്ക് ആയുസ് ദീർഘമായി, എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള ആയുസ് ദീർഘമായി. അങ്ങനെ ജീവിതത്തിൽ പഠനം കഴിഞ്ഞ് നല്ലൊരു കുടുംബം, നല്ലൊരു ഭാവി, ഇതൊക്കെ സ്വപ്നം കണ്ട് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചില കൂട്ടുകെട്ടിലൂടെ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും ദുശീലങ്ങൾക്ക് പോയി. ഒടുവിൽ അതേ മാരക രോഗത്തിനടിമയായി ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെടുമെന്നുള്ള സ്റ്റേജിലേക്ക് എത്തിയപ്പോഴാണ് ഈ യേശുവിൻ്റെ സ്നേഹത്തെ ഞാനും അറിയുവാനിടയായത്. എന്നാൽ വിവാഹം കഴിഞ്ഞു, ചില വർഷങ്ങൾ കഴിഞ്ഞു, മക്കളില്ലാതിരുന്ന എനിക്ക് അതേ ആത്മഹത്യ മാത്രമേ മുമ്പിലുള്ളൂ. കാരണം എൻ്റെ ഭാര്യ വീട്ടുകാര് എന്നെയും എൻ്റെ ഭാര്യയെയും അതേ അത്താണി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അതേ ചികിത്സിക്കുവാൻ. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അതേ മക്കൾ ഉണ്ടാകത്തില്ലെന്ന്. ആ വേദന, ആ നിരാശ എന്നെ ആത്മഹത്യയിലേക്ക് ശ്രമിച്ചു. പ്രിയരെ, എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, നമുക്ക് ഡിവോഴ്സ് ചെയ്യാം, നിനക്ക് നല്ലൊരു വിവാഹം ഞാൻ നടത്തി തരാം. എന്നാൽ എൻ്റെ ഭാര്യ പറഞ്ഞു, മക്കളില്ലാത്ത കാരണങ്ങൾ കൊണ്ട് നമ്മൾ വേർപിരിയണ്ട. ഈശ്വര വിശ്വാസമുള്ള എൻ്റെ ഭാര്യ എന്നെ അതേ ഉപദേശിച്ചു, എന്നെ നിർബന്ധിച്ചു. അതേ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, അതേ തലമുറയെ നൽകുവാൻ ദൈവത്തിന് കഴിയും. ഞാൻ പറയട്ടെ, ആ വാക്കുകൾ ഒന്നും എനിക്ക് ആശ്വാസമായിരുന്നില്ല. എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു, എനിക്കത് തൃപ്തിയായില്ല. അങ്ങനൊരു ദൈവമുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണം, അങ്ങനൊരു ദൈവമുണ്ടെങ്കിൽ എന്നോട് ഇടപെടണം. അങ്ങനെ ദുർവാശിക്കാരനും പിടിവാശക്കാരനുമായിരുന്ന എന്നോട് ദൈവം ചില ചോദ്യങ്ങൾ ചോദിച്ചു. ദൈവം എന്നോട് ഇടപെട്ടു. അങ്ങനെ ഒരു രാത്രി ആയ സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്ന റൂമില് ആ ദൈവം എന്നെ തേടി വന്നു. അന്ന് കേട്ട ആ ശബ്ദത്തിന് മുമ്പിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, പാപിയായ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു തലമുറയെ നൽകുവാൻ അവിടുന്ന് കഴിയുമെങ്കിൽ അവിടുന്ന് അത് നൽകിത്തരണമേ എന്ന്. പ്രിയരെ, ഞാൻ പറയട്ടെ, ഒരു തലമുറ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ഇന്ന് ഈ മൊബൈൽ ക്യാമറ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ മൂത്ത മോളാണ്. എന്നോടൊപ്പം വന്നിരിക്കുന്നത് എൻ്റെ ഭാര്യയും എൻ്റെ രണ്ടാമത്തെ മോളുമാണ്. എൻ്റെ മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞു, മരുമകൻ എനിക്കുണ്ട്. അതേ, എനിക്ക് മൂത്ത മകളുടെ പേരക്കുഞ്ഞുണ്ട്. അതേ, മക്കളെയും മക്കളുടെ മക്കളെയും കണ്ട് ഈ ഭൂമിയിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ ആയുസ്സും ആരോഗ്യവും ബലവും നൽകി തരുന്ന
ദൈവത്തെക്കുറിച്ച് ഈ തെരുവിൽ നിന്ന് എന്തിനാ വിളിച്ചു പറയുന്നതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഏതെങ്കിലും ഉത്തരം കിട്ടാത്ത വിഷയവുമായി നിങ്ങൾ മുമ്പോട്ട് പോകുന്നവരാണെങ്കിൽ, എനിക്കിന്നും പിതാവുണ്ട്, മാതാവുണ്ട്, എനിക്ക് എൻ്റെ ഭാര്യയുടെ മാതാവുണ്ട്, പിതാവുണ്ട്, സഹോദരങ്ങളുണ്ട്, ബന്ധങ്ങളുണ്ട്. നിങ്ങളെല്ലാം ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നത് പോലെ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ജീവിതത്തിലുണ്ട്. എന്നാൽ ആ പ്രശ്നങ്ങൾ എന്നെ മദ്യപാനത്തിലേക്കോ വെറിക്കൂത്തിലേക്കോ അക്രമസക്തമായ അതേ ഇടപാടുകളിലേക്കോ ഒന്നും നയിക്കാതെ സമാധാനപരമായി എല്ലാവരോടും ഒരുമിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയ ഈ സന്ദേശം നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നതിന്റെ ആവേശം എന്താണെന്നറിയോ? നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ ദൈവത്തിനെ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അസതോമ സദ്ഗമയ, മൃത്യോമ അമൃതംഗമയ, തമസോമ ജ്യോതിർഗമയ എന്ന് പൂർവികർ ചോദിച്ചത്. ആ ചോദ്യത്തിന് മറുപടിയായി യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ്. നിത്യമായ ജീവിതം നൽകുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. സ്വർഗത്തിലേക്കുള്ള ഏക വഴി യേശുവാണ്. സ്നേഹിത, ഈ യേശു നിങ്ങളെ വിളിക്കുന്നു. ഈ യേശുവിന്റെ സ്നേഹം 6 അടി മണ്ണ് കൊണ്ട് തീരുന്നതല്ല. ഭർത്താവിന്റെ, ഭാര്യയുടെയും, മക്കളുടെയും, കാമുകന്റെയും കാമുകിയുടെയും, അയൽവക്കക്കാരുടെയും, സ്വന്തക്കാരുടെയും, ബന്ധുക്കാരുടെയും ഒക്കെ സ്നേഹം 6 അടി മണ്ണ് വരെയുള്ളൂ. എന്നാൽ അതിനപ്പുറത്തേക്ക് നമ്മെ സ്നേഹിക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ട്. അത് ലോകത്തോട് വിളിച്ചു പറയുകയല്ല, ലോകത്തിൽ വെളിപ്പെടുത്തിയത് യേശുവാണ്. ആ യേശു മരണം കൊണ്ട് അവസാനിച്ചില്ല, വീണ്ടും ഉയർത്തെഴുന്നേറ്റ്. ബൈബിൾ പറയുന്നു, അവൻ വീണ്ടും വരും. ഇത് ഭയപ്പെടുത്തുവാൻ വേണ്ടി പറയുന്നതല്ല, ജാഗ്രതപ്പെടുത്തുവാൻ വേണ്ടിയാണ്, അതിനുവേണ്ടി ഒരുങ്ങുവാൻ വേണ്ടിയാണ്. ഇന്നത്തെ തലമുറ ഇന്ന് മാത്രം ജീവിക്കാം എന്ന് പറഞ്ഞ് ദൂർത്തടിക്കുന്നവരാണ്, അല്ലേ? ഇന്ന് മിക്ക വീട്ടിലെ സ്ത്രീകളും, മിക്ക വീട്ടിലെ ഭർത്താക്കന്മാരും, മിക്ക വീട്ടിലെ മക്കളും അങ്ങനെയല്ലേ? ഇന്ന് കിട്ടുന്നത് ഇന്ന് തന്നെ ദൂർത്തടിച്ച് ചെലവാക്കണമെന്നുള്ള ചിന്താഗതിയോടുകൂടെ ജീവിക്കുന്നവരല്ലേ? പക്ഷേ ദൈവം ചോദിക്കുന്നു, പ്രിയരെ, ഇവിടം കൊണ്ട് ജീവിതം തീരുന്നില്ല. നാളെ നീ എവിടെയാണ്? നിന്റെ നിത്യത എവിടെയാണെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? പ്രിയരെ, ഈ ഭൂമിയിൽ ജീവിച്ച 2 വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് ലാസറാണ്, മറ്റൊന്ന് ധനവാനാണ്. നമുക്ക് റേഷൻ കാർഡ് ഉണ്ടല്ലേ? റേഷൻ കാർഡിന് പല കളറാ ഉള്ളത്, അല്ലേ? സമ്പന്നന്മാരും ദരിദ്രന്മാരും. നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ താലൂക്ക് അങ്ങനെ നമ്മളെ എന്ത് ചെയ്തിരിക്കുക? 2 തട്ടിലാക്കിയിരിക്കുക. എല്ലാവരും ദരിദ്രരായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാ. അതുകൊണ്ട് പഞ്ചായത്തിൽ പോയിട്ട് ആ വെള്ളക്കാർഡ്, ആ പിങ്ക് കളർ കാർഡ് ആക്കും, അല്ലേ? ദരിദ്രരായിരിക്കുന്നവർക്ക് അതങ്ങനെ തന്നെ. പക്ഷെ സമ്പന്നന്മാര് ദരിദ്രനാകാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? എന്നാൽ ദരിദ്രന്മാര് സമ്പന്നരാകാൻ വേണ്ടിയും ബന്ധപ്പെടുന്നുണ്ട്. പ്രിയരെ, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ആണ് എന്ന് പറയാൻ മടിക്കുന്നവരുണ്ട്, പറയാൻ ആഗ്രഹിക്കുന്നവരും. അങ്ങനെ ഈ ഭൂമിയിൽ 2 വ്യക്തിത്വങ്ങൾ ജീവിച്ചു. ധനവാനായിരുന്നവൻ മരിച്ചു, ദരിദ്രനായവനും മരിച്ചു. ധനവാൻ മരിച്ചപ്പോ ആ വാർഡറിഞ്ഞു, ആ പഞ്ചായത്ത് അറിഞ്ഞു, ആ ജില്ല അറിഞ്ഞു, ആ സ്റ്റേറ്റ് അറിഞ്ഞു. കാരണം പണമുള്ളവന്റെ കൂടെ കൂടാൻ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ മരിച്ചപ്പോ വലിയ ഫ്ലെക്സ് ബോർഡുകൾ കണ്ട് അനേകർ വന്നു. അവന് നല്ല വിലാപയാത്ര കിട്ടി. ഒടുവിൽ നല്ല കല്ലറയ്ക്കകത്ത് അവൻ അന്ത്യവിശ്രമം കൊള്ളുവാനിടയായി. ലാസർ മരിച്ചു. അവൻ മരിച്ചത് ആരും അറിഞ്ഞില്ല, വാർഡറിഞ്ഞില്ല, പഞ്ചായത്ത് അറിഞ്ഞില്ല, അവന്റെ അയൽവാസികൾ പോലും അറിഞ്ഞില്ല. എന്നാൽ ലാസർ എത്തപ്പെട്ടത് അബ്രഹാം എന്ന് പറയുന്ന പിതാവിന്റെ മടിയിലായിരുന്നു.
ധനവാൻ എത്തപ്പെട്ടത് നിത്യമായ യാചന സ്ഥലത്തായിരുന്നു. പ്രിയരെ, ആ യാചന സ്ഥലത്ത് കടന്നുകൊണ്ട് ആ ധനവാൻ അബ്രഹാം പിതാവിനോട് ഇങ്ങനെ നിലവിളിച്ചു, ലാസറിനെ എൻ്റെ അരികത്തിലേക്ക് വിടണമേ. കാരണം ഇവിടെ എനിക്ക് സഹിക്കുവാൻ കഴിയുന്നതിൽ അപ്പുറമായിട്ടുള്ള അനുഭവമാണ്. അബ്രഹാം പിതാവ് പറഞ്ഞു, ഇവിടെ നിന്ന് ആർക്കും അവിടേക്ക് വരുവാൻ കഴിയുകയില്ല, അവിടെ നിന്ന് ആർക്കും ഇവിടേക്ക് വരുവാൻ കഴിയുകയില്ല. പ്രിയരെ, മരണത്തിനപ്പുറം ചെയ്യുന്ന പ്രവർത്തികൾ കൊണ്ട്, ചെയ്യുന്ന ഇടപാടുകൾ കൊണ്ട് ആർക്കും സ്വർഗത്തിലെത്തുവാൻ കഴിയത്തില്ല. നാം ജീവനോടിരിക്കുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളെ, ആ സത്യങ്ങളെ നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിങ്ങളെ പാതാളത്തിലേക്ക് വലിക്കുന്ന ആ ഇരുളിന്റെ ആ പാണ്ഡക്കെട്ടുകൾക്കകത്ത് നിന്ന് ഇന്ന് പകൽ നിങ്ങളെ സ്വതന്ത്രരാക്കി നിത്യമായ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ യേശു അത് ഈ ഭൂമിയിൽ വന്നു. ആ യേശുവിനെ നിങ്ങൾ അറിയുക, ആ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക, ആ നിത്യജീവന് നിങ്ങൾ അവകാശികളാകുക. ഈ പാടമുറ്റത്തിലെ ദേശനിവാസികളെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിങ്കൽ ഇന്ന് ഇവിടെ കാണുന്ന നമുക്കൊരു മാറ്റം സംഭവിച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഇവിടുന്ന് മാറ്റപ്പെടും. അല്ലാത്തവർ ഇവിടെ ഉണ്ടാകും. ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ച ആ ശരീരങ്ങൾ യേശുവിന്റെ വരവിങ്കൽ അത് എടുക്കപ്പെടും. അങ്ങനെ ഈ ലോകത്തിൽ ആ സംഭവം ഉണ്ടായതിനു ശേഷം ഇവിടെ ശേഷിക്കുന്ന ആളുകൾക്ക് ഭയാജനകമായ അനുഭവങ്ങൾ ഉണ്ടാകും. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് യേശു തൻ്റെ കൂടെ ആയിരിക്കുന്നവരുമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ നിത്യകാലം ജീവിക്കുവാനുള്ള ഒരു അവസരം ഈ ഭൂമിയിൽ ഉണ്ടാകുവാൻ പോവുകയാണ്. അവിടെയാണ് ന്യായം വിധിക്കുവാൻ പോകുന്നത്. നാം ജീവനോടിരിക്കുമ്പോൾ ചെയ്യുന്ന സകല പ്രവൃത്തികൾക്കും അതേ നാം മറുപടി കൊടുക്കേണ്ടവരാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് നിത്യമായ സ്വർഗത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഏക വഴി കർത്താവായ യേശുവാകയാൽ കർത്താവായ യേശു നിങ്ങളെ വിളിക്കുകയാ. അവനെ അറിയുക, അവന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാകുക. ഈ ലോകത്തിലും നിത്യമായ ലോകത്തിലും സമാധാനത്തോടെ ജീവിക്കുവാൻ, സന്തോഷത്തോടെ ജീവിക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങൾ അടുത്ത ഗ്രാമത്തിലേക്ക് കടന്നു പോകുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമായുള്ള സമയത്തായ സ്തുതിക്കുന്ന കർത്താവെ, പാണപ്പുഴ ദേശത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദേശത്തെ പ്രവൃത്തി വെളിപ്പെടുവാൻ കർത്താവെ, എവിടെ നിന്നിടയാക്കാൻ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കിൽ കൂടി വരുന്ന അവിടെ തിരുവനന്തപുരം വായിക്കുന്ന പോലെ കർത്താവെ, ഇന്ന് കാലം കർത്താവെ വേദിക്കപ്പെട്ട വചനം കർത്താവെ ദേശത്തെ അനുഗ്രഹമായി തീരുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കര അവിടെ നീട്ടുമാറാവണമേ എന്ന് അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം സമാധാനമില്ലാതെ സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏത് വിഷയത്തിന്മേൽ ഭാരത്തോടെ വേദനയായിരിക്കും വിഷയത്തിന്മേലെ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കര അവിടെ നീട്ടുമാറാണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. സമസ്ത വിഷയത്തെ കത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ.